ഏത് ഹെയർ ഓയിലാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റ്? എങ്ങനെ നമ്മൾ ആ ഹെയർ ഓയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ഓയിൽസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഹെവി ഓയിൽസ്, രണ്ടാമത്തേത് ലൈറ്റ് ഓയിൽസ്. ഹെവി ഓയിൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ, ദെൻ ഭൃംഗരാജ ഓയിൽ. ഇതെല്ലാം ഹെവി ഓയിലിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ലൈറ്റ് ഓയിൽ എന്ന് പറയുമ്പോഴേക്കും ആൽമണ്ട് ഓയിൽ, ആർഗൻ ഓയിൽ, ജോജോബോ ഓയിൽ, ഇതെല്ലാം ലൈറ്റ് ഓയിൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഹെവി ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഓയിലാണ്. നമ്മൾ ഡീപ്പ് നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ആണ്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെവി ഓയിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹെവി ഓയിൽസിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മുടെ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ, പിന്നെ നമ്മുടെ ഭൃംഗരാജ ഓയിൽ അല്ലെങ്കിൽ ആംല ഓയിൽ. ഇതെല്ലാമാണ് ഹെവി ഓയിൽസിന്റെ എക്സാമ്പിൾസ്. ലൈറ്റ് ഓയിൽസ് എന്ന് പറയുമ്പോഴേക്കും അത് നോൺ സ്റ്റിക്കി ആണ്, അതുപോലെ തന്നെ അതിന്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കര തിന്നാണ് എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓയിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് ഓയിലിന്റെ മെയിൻ എക്സാമ്പിൾസ് പറയുമ്പോഴേക്കും നമ്മുടെ ആൽമണ്ട് ഓയിൽ, ബദാം എണ്ണ, ദെൻ ആർഗൻ ഓയിൽ, ജോജോബ ഓയിൽ, ഇതെല്ലാമാണ് ലൈറ്റ് ഓയിൽസിന്റെ എക്സാമ്പിൾ. ഓരോരുത്തർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെയർ ആയിരിക്കും. നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഓയിൽ സെലക്ട് ചെയ്യുക. ഓയിൽ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത്.